Doom Dham, starring Yami Gautam, Pratik Gandhi. Directed by Rishabh Seth and screenplay by Aditya Dar. Yami Gautamന്റെ തന്നെ ഹസ്ബൻഡാണ്. വാലന്റൈൻസ് ഡേക്ക് ഫെബ്രുവരി 14 നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ സിനിമയിൽ റൊമാൻസ് ഉണ്ട്, ത്രില്ല് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സസ്പെൻസ് ഉണ്ട്. ബട്ട് എല്ലാം വളരെ വളരെ വീക്ക്ലി റിട്ടേൺ ആയിട്ടാണ് എനിക്ക് ഇപ്പോഴത്തെ പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ടോ ഇതിലെ ഈ സിനിമയായിട്ടോ നമുക്ക് ഒരു ഇമോഷണലി ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കുറെ വിമൻ എംപവർമെന്റ് കുറെ സംഭവങ്ങളുണ്ട്, തോട്ട് പ്രോവോക്കിംഗ് ആയ കുറെ സീക്വൻസുകളുണ്ട്. ബട്ട് എല്ലാം ഭയങ്കര ഫോഴ്സ്ഫുള്ളി കുത്തിക്കയറ്റിയ ഒരു അനുഭവമാണ് കിട്ടിയത്. ഒട്ടും ഓർഗാനിക് അല്ല. ശരിക്കും ജാമി ഗൗതമി ഒരു വളരെ പൊട്ടൻഷ്യൽ ആക്ട്രസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഇത്രയും കാലമായിട്ട് തോന്നിയത്. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല, നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യാത്തതാണോ, നല്ല സ്ക്രിപ്റ്റുകൾ വരാത്തതാണോ, ഇത്രയും ഈ ഒരു റീസെന്റ് ഇയേഴ്സിൽ നല്ലൊരു നോട്ടബിൾ സിനിമ യാമി ഗൗതമിന് ഓഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവസാനത്തെ ഏറ്റവും നല്ല സിനിമ തേഴ്സ്ഡേ എന്ന സിനിമയാണ്. അതിപ്പോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആണ്. പിന്നെ ഉറിയിൽ നല്ലൊരു ക്യാരക്ടർ പ്ലേ ചെയ്തായിരുന്നു. പിന്നീട് നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ സിനിമകൾ വളരെ മീഡിയോക്കർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇപ്പൊ ഹസ്ബൻഡിന്റെ ഷെയ്ഡിലുമാണ്. യാമി ഇപ്പോഴും നല്ലൊരു ആക്ട്രസ് ആണ് തെളിയിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് സിനിമയിൽ. ഒരു ലോങ് മോണോലോഗ് വൺ ടേക്കിൽ തന്നെ യാമി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ആകെ ഒരു കാര്യം പറയാനുള്ളൂ, ചൂസ് ബെറ്റർ സ്ക്രിപ്റ്റ്, ചൂസ് ബെറ്റർ മൂവീസ്. ഇനി സിനിമയിലോട്ട് കിടക്കുവാണെങ്കിൽ ആദ്യത്തെ അരമണിക്കൂർ ന്യൂ ഇന്നോവേറ്റീവ് റൈഡാണ് പ്രോമിസ് ചെയ്തത്. പിന്നീട് ഒരു പ്രിഡിക്റ്റബിൾ റൂട്ട് പിടിക്കുകയാണ് സിനിമ. എനിക്ക് തോന്നിയത് റൈറ്റർ ഐഡിയാസ് എന്ന റൺഔട്ട് ആയിരുന്നു. പിന്നീട് കംപ്ലീറ്റ് ഫോക്കസ് നമ്മുടെ യാമി ഗൗതമിന്റെ ക്യാരക്ടറിൽ മാത്രമായിരുന്നു. വളരെ വീക്ക് ആൻഡ് പേഷ്യൻസ് ടെസ്റ്റിംഗ് ആയ ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു ബൈ ആദിത്യ ദർ. എനിക്ക് തോന്നുന്നത് ആദിത്യ ദർ എന്ന റൈറ്ററിന് ഈ എന്റർടൈനർ സിനിമയൊന്നും പറ്റില്ല എന്ന്, കൂടുതൽ പ്രൊപ്പഗാണ്ട സിനിമകൾ തന്നെ ഫോക്കസ് ചെയ്യണം തന്നെ നല്ലത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡയറക്ടർ ഋഷാബ് സേട്ടിന് പോലും ആ ഒരു സ്ക്രീൻ പ്ലേനെ സേവ് ചെയ്യാൻ പറ്റിയ ആളുടെ എക്സിക്യൂഷൻ വൈസ്. വിഷ്വൽസ് വളരെ കളർഫുൾ പ്ലീസിങ് വൈബാണ് ക്രിയേറ്റ് ചെയ്തത്. സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമയുടെ നന്നായിട്ട് സിങ്ക് ചെയ്ത് പോയിട്ടുണ്ടായി. പിന്നെ നമ്മുടെ പ്രതീക് ഗാന്ധി എന്ന ആക്ടർ ആ ഇന്നസെന്റ് ക്യാരക്ടർ നന്നായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ല രീതിയിൽ മടുപ്പിക്കുന്ന ഒരു സിനിമ. വാച്ച് ഇറ്റ് ഓൺലി ഫോർ ദ ആക്ടേഴ്സ്.